തഗ് ലൈഫ് സിനിമ കണ്ടു. എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള എൻജോയ് ചെയ്യാൻ പറ്റുന്ന എസ്പെഷ്യലി ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ് തഗ് ലൈഫ്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഡയലോഗ്, നമുക്ക് നമ്മുടെ നാടും പഴയ റേഷൻ കടയും സൈക്കിളും ഇതൊക്കെ മതി എന്ന് പറയുന്ന ആ ഒരു ഡയലോഗില്ലേ, ആ ഒരു ഫീലിലേക്ക് ഞാൻ എത്തി. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ സ്റ്റോറി തന്നെയാണ് ഈ സിനിമയുടെ ഒട്ടുമിക്കൽ കഥ. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് പറയാം, ഇതിൻ്റെ കഥ വളരെ പ്രഡിക്റ്റബിൾ ആണ്, കംപ്ലീറ്റ് ക്ലീഷയാണ്. എനിക്കിതിൽ ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു. ആ ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്റ്റോറി ഡെവലപ്മെൻറ്റ് സംഭവങ്ങളൊക്കെയാണ്, അതുപോലെ മാസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഇതിൻ്റെ മ്യൂസിക് ആയിരുന്നു. കമൽ ഹാസന്, അതുപോലെ ചിമ്പുവിന്, അതുപോലെ ബാക്കിയുള്ളവർക്കും, പിന്നെ സിറ്റുവേഷൻ ഇണങ്ങുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ തന്നെ സിനിമയുടെ മ്യൂസിക്, ഇതെല്ലാം എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ശരിക്കും അത് വർക്കൗട്ടായി. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ മ്യൂസിക് കുറച്ച് ഓവർ യൂസിങ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു. പടം സെക്കൻഡ് ഹാഫിൽ എനിക്ക് കുറച്ച് ലാഗാണ് ഫീൽ ചെയ്തത്. അവിടെ എല്ലാം അനവസരങ്ങളിലും ഈ മ്യൂസിക് എല്ലാം വന്ന് കയറുന്നുണ്ട്. ഒരു മിക്സപ്പ് ആയിപ്പോയി. എനിക്ക് അത്രയും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. സോങ്സ് ഒക്കെ സിനിമയ്ക്ക് യോജിക്കുന്നതാണ്, പക്ഷേ എന്നാലും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കേൾക്കാൻ മാത്രം ഉള്ളതോ അല്ലെങ്കിൽ റീലാക്കാൻ പറ്റിയതോ ആയിട്ടുള്ള സംഭവങ്ങൾ വളരെയധികം സിനിമയിൽ കുറവാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഈ സിനിമയ്ക്ക് യോജിക്കുന്ന രീതിയിലുള്ള മ്യൂസിക്കും കാര്യങ്ങളാണ് റഹ്മാൻ ചെയ്തു വെച്ചിട്ടുള്ളത്. സോ ഇറ്റ് വാസ് ഗുഡ്. പിന്നെ മണിരത്നം സിനിമകളിലുള്ളതുപോലെ തന്നെ നല്ല വിഷ്വലും കാര്യങ്ങളൊക്കെയാണ്. വളരെയധികം വലിയൊരു ക്യാൻവാസിൽ ചിത്രീകരിച്ചൊരു ഫീൽ അതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും വിഷ്വൽ വൈസ് ആണെങ്കിലും സിനിമയിൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. ആ ഒരു സെക്ഷനിൽ സ്റ്റോറി വലിയ പ്രോബ്ലം ഫീൽ ചെയ്തില്ല. അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, ആ ഒരു സ്റ്റോറിയുടെ ആ ഒരു എക്സ്പ്ലനേഷൻ, സംഭവങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നേരെ താഴോട്ടേക്ക് പോയി. പടം ഭയങ്കര ലാഗ് ചെയ്യാൻ തുടങ്ങി. കുറേ സ്ഥലത്ത് ഭയങ്കര വലിച്ചിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. എസ്പെഷ്യലി ക്ലൈമാക്സ് ആയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒട്ടും അത് വർക്കൗട്ട് ആയില്ല. കാരണം ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് എവിടെയും ഇല്ലാതെ കൊണ്ട് എത്തിച്ചൊരു ക്ലൈമാക്സ് ആണ് ഈ സിനിമയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തത്. പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സിനിമയിലെ നായകൻ കമൽ ഹാസനാണ്. അതുപോലെ തന്നെ ചിമ്പു ഇതിൽ നായക തുല്യ കഥാപാത്രം എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു നായക കഥാപാത്രം തന്നെയാണ് പുള്ളി ചെയ്യുന്നത്. കാരണം ഇതിലെ കഥാപാത്രങ്ങൾക്കിടയിൽ നായകനോ വില്ലനോ ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഗുണ്ടകളുടെ കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും വേണമെങ്കിൽ നായകനാവാം, ആരും വേണമെങ്കിലും വില്ലനാവാം. അവരുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടുപേരും ഇതിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളി എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് എന്നല്ല, പക്ഷേ രണ്ടുപേരുടെയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന മാസ്സായിട്ടുള്ളതും ഫണ്ണായിട്ടുള്ളതായിട്ടുള്ള കുറേ രംഗങ്ങൾ ഈ സിനിമയിലുണ്ട്. ചിമ്പുവിൻ്റെ ലുക്ക് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. പുള്ളി നല്ല സ്റ്റൈലിഷൊക്കെ ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കമൽ ഹാസൻ ഇതിൽ യങ്കർ വേർഷനൊക്കെ വരുന്നുണ്ട്. അത് VFX പാർട്ടിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഡി ഏജിങ് സംഭവങ്ങളൊക്കെയാണ്. നാസർ ആണെങ്കിലും അതുപോലെ ജോജു, ഇവരൊക്കെ ആണെങ്കിലും ഈ സിമിലർ ക്യാരക്ടേഴ്സ് മുമ്പ് ചെയ്തത് തന്നെയാണ്. പക്ഷെ അവർ മോശമല്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് മലയാളികൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ബാബുരാജ് ഉണ്ട്, അതുപോലെ ജോജു ഉണ്ട്, ഐശ്വര്യലക്ഷ്മി ഉണ്ട്. അപ്പോൾ അതൊക്കെയും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ജോജുവിന് ഇതിൽ കുറച്ചുകൂടി നല്ലൊരു സ്പേസ് കിട്ടിയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇൻഫാക്ട് കമൽ ഹാസനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്ക് നല്ലൊരു സ്പേസ് കിട്ടി എന്നെനിക്ക് തോന്നി. എനിവേ ടിപ്പിക്കൽ ഒരു ഗുണ്ടാ കഥാപാത്രത്തിൻ്റെ ലെവലിൽ ആണ്, പക്ഷേ എങ്കിൽ പോലും ഒരു ഗുഡ് സ്പേസ് പുള്ളിക്ക് കിട്ടി. ആരുടെയും അഭിനയം അങ്ങനെ വളരെ മോശമായി എന്നെനിക്ക് തോന്നിയ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങളാണ്. അവരുടെ റോളിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. എല്ലാവരും ജസ്റ്റ് ഒരു സൈഡ് റോളാണ്. കാരണം ഇതിൽ ആണുങ്ങളാണ് പവർഫുൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, സ്ത്രീകൾ ഒരു സപ്പോർട്ടിങ് റോളും മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും അവർ കിട്ടിയ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. അഭിരാമി ആണെങ്കിലും ഐശ്വര്യലക്ഷ്മി ആണെങ്കിലും അവരെല്ലാം പെർഫോം ചെയ്ത സമയത്ത് അവർ നല്ല രീതിയിൽ തന്നെ അതിൽ ഇൻപുട്ട് അല്ലെങ്കിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാൻ സിനിമയ്ക്ക് പറ്റിയിട്ടില്ല. കാരണം അവരുടെ കഥാപാത്രങ്ങൾക്ക് ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രാധാന്യമില്ല, ആവശ്യത്തിനുള്ള സ്പേസും അവർക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമൽ ഹാസൻ്റെ ഒരു ഡി ഏജിങ് പരിപാടി സംഭവങ്ങളൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ യങ്കർ വെർഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുപോലെയുള്ള കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഒരു VFX ടീമും അവർ നന്നായിട്ട് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ചിലയിടങ്ങളിൽ ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഓവറോൾ അവർ കുഴപ്പമില്ലാതെ ഈ സിനിമയിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു കത്തിപ്പടമാണ്. തെറി സിനിമയിലെ വിജയ് ഒന്നുമല്ല എന്ന് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള നമ്മുടെ നായകൻ, മരണമില്ലാത്ത നായകൻ, ചാവാൻ പോവും പക്ഷെ ചാവില്ല, തിരിച്ചു വരും. അങ്ങനെ ഒരുപാട് മൊമെൻറ്റ്സ് പുള്ളിക്ക് ഈ സിനിമയിലുണ്ട്. ട്രെയിലറിൽ പറയുന്നത് പോലെ യമൻ തന്നെയാണ് പുള്ളിയുടെ വില്ലൻ, അല്ലെങ്കിൽ യമനും പുള്ളിക്കിടയിലുള്ള ആ ഒരു എഗ്രിമെൻറ്റോ കോൺട്രാക്റ്റോ, എനിവേ പുള്ളിക്ക് മരണമില്ല. അതാണ് ഈ സിനിമയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്റ്റോറി അത്ര ഗ്രേറ്റ് ഒന്നുമല്ല. വളരെ ടിപ്പിക്കലായിട്ടുള്ള നമ്മൾ മിക്കപ്പോഴും കണ്ടിട്ടുള്ള ഒരു ഗുണ്ട സ്റ്റൈൽ സ്റ്റോറി തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ അത് കൂടാതെ കുറച്ച്
മാസം ഐറ്റംസും കൂടി ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സിനിമയിൽ പ്രത്യേകിച്ച് പുതിയതായിട്ട് ഒന്നും തന്നെ ഇല്ല. പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാതിരുന്ന, ട്രെയിലർ കണ്ടപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഈ സിനിമയുടെ ക്ലൈമാക്സിലാണ് റിവീൽ ചെയ്യുന്നത്. പക്ഷെ അതും വേസ്റ്റഡ് ആക്കി കളഞ്ഞു. പിന്നെ ഇതിലെ കഥാപാത്രങ്ങളെ നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാൻ മാത്രം ഇതിൻ്റെ അകത്ത് ഇല്ല. അവരോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യാൻ മാത്രം ഇതിലെ കഥാപാത്രങ്ങളോട് നമുക്കൊരു ഇഷ്ടം തോന്നില്ല. ഈവൻ കമൽഹാസന്റെ കഥാപാത്രമാണെങ്കിൽ പോലും നല്ലൊരു ഭർത്താവായിട്ടോ നല്ലൊരു അച്ഛനോ സഹോദരനായിട്ടോ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതൊരു ടിപ്പിക്കൽ മാസ് ആക്ഷൻ മസാല ഫിലിമാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിനിമ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാം. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.